അഭയാർത്ഥികളെ നാടുകടത്താൻ പുതിയ തലവനെ നിയമിച്ച് ട്രംപ് ഭരണകൂടം. പി ചെറിയാൻ. വാഷിംഗ്ടൺ ഡി.സി. അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകാൻ ഡേവിഡ് വെഞ്ചുറെല്ലയെ എ.സി.ഇ ആക്ടിംഗ് ഡയറക്ടറായി നിയമിച്ചു. വിരമിക്കുന്ന ടോഡ് ലിയോൺസിന് പകരക്കാരനായാണ് വെഞ്ചുറെല്ല ചുമതലയേൽക്കുന്നത്. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി മർക്വെയിൻ മള്ളിൻ ആണ് വെഞ്ചുറെല്ലയെ തിരഞ്ഞെടുത്തത്. കുടിയേറ്റക്കാരെ തടവിലാക്കുന്നതിലൂടെ ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് ഈ നിയമനമെന്ന് ഡെമോക്രാറ്റിക് പ്രതിനിധി ഡെലിയ റാമിറസ് ആരോപിച്ചു. മുൻഗാമിയായ ടോഡ് ലിയോൺസിന്റെ കീഴിൽ എ.സി.ഇ വൻതോതിലുള്ള റെയ്ഡുകളും നാടുകടത്തലും നടത്തിയിരുന്നു. മിനിയാപൊളിസിൽ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്ത സംഭവമടക്കം ഏജൻസിയെ വിവാദത്തിലാക്കിയിരുന്നു. വരാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് വേദികളിലും മിഡ്ടേം തിരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് സ്റ്റേഷനുകളിലും എ.സി.ഇ സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പൊതുജനമധ്യത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റം തടയുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ട്രംപ് സർക്കാരിന്റെ തീരുമാനം. അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകാൻ ഡേവിഡ് വെഞ്ചുറെല്ലയെ എ.സി.ഇ ആക്ടിംഗ് ഡയറക്ടറായി നിയമിച്ചു. വിരമിക്കുന്ന ടോഡ് ലിയോൺസിന് പകരക്കാരനായാണ് വെഞ്ചുറെല്ല ചുമതലയേൽക്കുന്നത്. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി മർക്വെയിൻ മള്ളിൻ ആണ് വെഞ്ചുറെല്ലയെ തിരഞ്ഞെടുത്തത്. കുടിയേറ്റക്കാരെ തടവിലാക്കുന്നതിലൂടെ ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് ഈ നിയമനമെന്ന് ഡെമോക്രാറ്റിക് പ്രതിനിധി ഡെലിയ റാമിറസ് ആരോപിച്ചു. മുൻഗാമിയായ ടോഡ് ലിയോൺസിന്റെ കീഴിൽ എ.സി.ഇ വൻതോതിലുള്ള റെയ്ഡുകളും നാടുകടത്തലും നടത്തിയിരുന്നു. മിനിയാപൊളിസിൽ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്ത സംഭവമടക്കം ഏജൻസിയെ വിവാദത്തിലാക്കിയിരുന്നു. വരാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് വേദികളിലും മിഡ്ടേം തിരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് സ്റ്റേഷനുകളിലും എ.സി.ഇ സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പൊതുജനമധ്യത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റം തടയുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ട്രംപ് സർക്കാരിന്റെ തീരുമാനം.